മഹാരാഷ്ട്രയിൽ കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിക്കുകയാണ്. 86 പുതിയ കോവിഡ്-19 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 959ആയി. കഴിഞ്ഞ ദിവസം 4 പേര് കൂടി മരിച്ചതോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം മരണസംഖ്യ 14ആയി ഉയർന്നിരിക്കുകയാണ്. കോവിഡ് ബാധിച്ചു മരിച്ച 14 പേരിൽ ഭൂരിഭാഗത്തിനും പ്രമേഹം, ക്യാൻസർ, ശ്വാസകോശ രോഗം തുടങ്ങിയ അനുബന്ധ രോഗങ്ങളും ഉണ്ടായിരുന്നു. ആകെ 435 പേരാണ് ഇതുവരെ സുഖം പ്രാപിച്ചത്. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മുംബൈയിലാണ്. മൊത്തം 509 കേസുകളിൽ മുംബൈയിൽ 26 പുതിയ കോവിഡ് കേസുകളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് വീണ്ടും കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നിലവിൽ രാജ്യത്ത് 4032 പേർക്കാണ് കോവിഡ് ബാധിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിനിടെ 276 പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 24 മണിക്കൂറിനിടെ 7 മരണവും റിപ്പോർട്ട് ചെയ്തു. മഹാരാഷ്ട്രയിൽ 4, തമിഴ്നാട്, ഡൽഹി, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഓരോ മരണം വീതം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഇതോടെ രാജ്യത്ത് ജനുവരി മുതൽ ഇതുവരെ കോവിഡ് ബാധ മൂലം 44 പേരാണ് വിവിധ ഇടങ്ങളിലായി മരിച്ചത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കേസുകളുടെ എണ്ണത്തിൽ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗുജറാത്ത് 64, ഡൽഹി 64, ഉത്തർപ്രദേശ് 63, പശ്ചിമ ബംഗാൾ 60 എന്നിങ്ങനെയാണ് പുതിയ കേസുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് പട്ടികയിൽ കേരളത്തിന് തൊട്ടു പിന്നാലെ മഹാരാഷ്ട്ര 519, ഗുജറാത്ത് 461, ഡൽഹി 457, പശ്ചിമ ബംഗാൾ 432, കർണാടക 324, തമിഴ്നാട് 216, ഉത്തർപ്രദേശ് 201 എന്നിവിടങ്ങളിലാണ് കൂടുതൽ കേസുകൾ ഉള്ളത്. മറ്റൊരു കാര്യം, കേരളത്തിൽ കോവിഡ് കൃത്യമായി ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കോവിഡ് കേസുകളിൽ വർധനവ് കാണുന്നതെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത്. കോവിഡ് മരണം ഏറ്റവും കൃത്യമായി രേഖപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണെന്ന റിപ്പോർട്ട് വന്നതാണ്. ആഗോളതലത്തിൽ കോവിഡ് ടെസ്റ്റുകളിൽ വർധന കണ്ടപ്പോൾ തന്നെ വ്യാപകമായി ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നുവെന്നും അതുകൊണ്ടാണ് പോസിറ്റീവ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്തതെന്നുമാണ് മന്ത്രി പറയുന്നത്. ടെസ്റ്റ് ചെയ്യുന്നു, കണക്ക് കൃത്യമായി രേഖപ്പെടുത്തുന്നു, അതുകൊണ്ട് ഒരാശങ്കയും വേണ്ട. ഇത് സംബന്ധിച്ച വളരെ സൂക്ഷ്മമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. അധികം തീവ്രമാകാത്ത വകഭേദമാണെന്ന് തെളിഞ്ഞെങ്കിലും വ്യാപനശേഷി കൂടുതലാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു. കൂടാതെ രോഗങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നവർ മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രത്യേകം മുൻകരുതൽ എടുക്കണമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു രോഗങ്ങൾ ഉള്ളവർക്കാണ് കോവിഡ് വന്നാൽ ഗുരുതരമാകുന്നത്. ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനം ഒഴിവാക്കുകയും ആരോഗ്യ പ്രവർത്തകർ കൃത്യമായി ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിക്കുകയും ചെയ്യണമെന്നും വീണ ജോർജ് കൂട്ടിച്ചേർത്തിരുന്നു. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ രോഗം പകരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലകളിൽ ഏതെങ്കിലും മേഖലകളിൽ രോഗപകർച്ച ഉണ്ടോ എന്ന് നിരീക്ഷിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. വൈറസിന് വകഭേദം വന്നിട്ടുണ്ടോ എന്നറിയാനുള്ള സാമ്പിൾ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. 18 വയസ്സിന് മുകളിലുള്ളവരിലേറെയും പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളതിനാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. പനി, മൂക്കൊലിപ്പ്, ക്ഷീണം, തലവേദന എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. അതേസമയം രോഗം വന്ന ഒരു വ്യക്തിക്ക് രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കാനായി ചെയ്യേണ്ടതിൽ ആദ്യമെന്നത് സമൃദ്ധാഹാരം കഴിക്കുന്നത് ശ്രദ്ധിക്കുക എന്നതാണ്. സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണത്തിൽ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പ്രോട്ടീനുകൾ എന്നിവ ഉൾപ്പെടുത്തണം. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയ സിട്രസ് പഴങ്ങളിൽ ധാരാളം വിറ്റാമിൻ സി ഉണ്ട്. ഇതെല്ലാം തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ്. മഞ്ഞൾ, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവയ്ക്ക് ആന്റിവൈറൽ ഗുണങ്ങൾ ഉള്ളതിനാൽ അത് ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. കൂടാതെ ശരീരത്തിന് വെള്ളം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് ശാരീരിക പ്രവർത്തനങ്ങളെ മികച്ചതാക്കും. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്നതിനും അതോടൊപ്പം രോഗപ്രതിരോധ ശേഷിക്കും വെള്ളം സഹായിക്കും. കുറഞ്ഞത് 8 തൊട്ട് 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്നതിന് ശ്രദ്ധിക്കണം. കൂടാതെ ശരീരത്തിൽ എപ്പോഴും ജലാംശം നിലനിർത്തണം. രോഗബാധയ്ക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ലളിതമായ വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ്. യോഗ, നടത്തം അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എന്നിവ പോലെയുള്ളവ ശീലമാക്കാം. ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അമിതമായ വ്യായാമങ്ങൾ ചെയ്യുന്നത് ആരോഗ്യത്തെ പ്രതികൂലമായിട്ടും ബാധിക്കും. അതിനാൽ എല്ലാ ദിവസവും 30 മിനിറ്റ് ലളിതമായ വ്യായാമം ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, കൃത്യമായ ഉറക്കമില്ലായ്മ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്.
രാത്രിയിൽ 7 തൊട്ട് 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഉറങ്ങുന്നതിന് ശ്രദ്ധിക്കണം. ഉറങ്ങുന്നതിന് മുൻപ് ലൈറ്റുകളും ടിവിയും ഓഫാക്കി ആരോഗ്യത്തോടെ ഉറങ്ങാൻ ശ്രമിക്കണം. പലപ്പോഴും കോവിഡ് ഒരു വെല്ലുവിളിയാണ്. കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി സമ്മർദ്ദത്തെ നിയന്ത്രിച്ച് ആരോഗ്യം മികച്ചതാക്കാവുന്നതാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും കോവിഡ് പ്രതിരോധത്തിനും ആദ്യം ശ്രദ്ധിക്കേണ്ടത് സമ്മർദ്ദത്തെ നിയന്ത്രിക്കുക എന്നത് തന്നെയാണ്. ശ്വസന വ്യായാമങ്ങളും സംഗീതം കേൾക്കുന്നതുമെല്ലാം ഇതിന് പരിഹാരമാണ്. കൂടാതെ വിറ്റാമിൻ ഡിയുടെ സ്വാഭാവിക ഉറവിടമായ സൂര്യപ്രകാശം കൊള്ളുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനത്തിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. 10 തൊട്ട് 15 മിനിറ്റ് നേരമെങ്കിലും സൂര്യപ്രകാശം കൊള്ളുന്നതിന് ശ്രദ്ധിക്കണം. ദുശീലങ്ങൾ ഒഴിവാക്കുന്നതിനും ശ്രദ്ധിക്കണം. പുകവലി, മദ്യം, അമിതമായ പഞ്ചസാര, സംസ്കരിച്ച ഭക്ഷണങ്ങൾ എന്നിവയെല്ലാം ഒഴിവാക്കേണ്ടതാണ്. പ്രകൃതിദത്തമായ ഭക്ഷണം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. ആരോഗ്യകരമായ ജീവിതശൈലിയും പാലിക്കേണ്ടതാണ്.